രണ്ടാം വർഷം ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഈ വർഷം പ്രത്യേക സാഹചര്യം പരിഗണിച്ച് സാധാരണ ഉള്ള NSQ വിഷയങ്ങളിൽ 50 മാർക്കിൻ്റെ കൂടെ ഒരു 50 കൂടി ആഡ് ചെയ്ത് ഈ വർഷം നമുക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. എല്ലാ കുട്ടികൾക്കും A+ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ വർഷമുള്ളത്. ഇനി നമുക്ക് ഡിസ്കഷനിലോട്ട് പോകാം. ആദ്യത്തെ ചാപ്റ്റർ ബേസിക് സ്കിൻ ടൈപ്സ് ആൻഡ് സ്കിൻ ടോൺസ്. നമുക്കറിയാം, ശരീരത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ചർമ്മം. നമ്മുടെ ശരീരത്തിലെ മറ്റവയവത്തെ പോലെ തന്നെ ത്വക്കും ഒരു പ്രധാന ഭാഗമാണ്. ഇനി ചർമ്മത്തെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗത്തെ ഡെർമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ചർമ്മത്തെ 3 പാളികളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് സബ്ഡെർമിസ്. ഇനി സ്കിൻ ടൈപ്സ് പൊതുവായി 3 തരത്തിലുള്ള: സാധാരണ ചർമ്മം, വരണ്ട ചർമ്മം, എണ്ണമയമുള്ള ചർമ്മം, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ സംയോജന ചർമ്മം. ഇനി ഇതിൻ്റെ ഓരോ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ആദ്യത്തേത്, നോർമൽ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ സോഫ്റ്റായിട്ടും സ്മൂത്തായിരിക്കും, സപ്പിൾഡായിരിക്കും, ഹെൽത്തി ആയിട്ട് തോന്നും, ബ്ലെമിഷ് ഫ്രീ ആയിരിക്കും. അടുത്തതായിട്ട് ഡ്രൈ സ്കിൻ. സ്കിൻ വളരെ ഫൈനായിരിക്കും, ഡെലിക്കേറ്റ്, ഡ്രൈ, സെബേഷ്യസ് ഗ്രന്ഥികൾ അണ്ടർ ആക്റ്റീവ് ആയിരിക്കും, നല്ല ടൈറ്റായിട്ട് തോന്നപ്പെടാം. പ്രത്യേകിച്ചും മുഖം വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം പൊരിഞ്ഞിളകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതൊക്കെയാണ് ഡ്രൈ സ്കിന്നിൻ്റെ പ്രത്യേകതകൾ. കോമ്പിനേഷൻ സ്കിന്നിൻ്റെ പ്രത്യേകത: T-സോണിലാണ് ഓയിലിനെസ് കൂടുതലും കാണപ്പെടുന്നത്. അതായത് T-സോൺ എന്ന് പറയുന്നത് നെറ്റി, മൂക്ക്, താടി എന്നിവ ചേരുന്നതാണ് T-സോൺ. ഇനി ഓയിലി സ്കിന്നിൻ്റെ പ്രത്യേകതകൾ: വളരെ ആക്റ്റീവായിട്ടുള്ള സെബേഷ്യസ് ഗ്ലാൻഡ്സ് കാണും. പിമ്പിൾസ് കൂടുതൽ കാണപ്പെടുന്നതും ഓയിലി സ്കിന്നിലാണ്. സെബേഷ്യസ് ഗ്രന്ഥികളുടെ ഓവർ ആക്റ്റീവ്നെസ് കാരണം ആക്നെ പോലുള്ള സ്കിൻ പ്രോബ്ലംസും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്കിന്നാണ് ഓയിലി സ്കിൻ. ഇനി ഈ ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് സ്കിൻ? രണ്ടാമത്തത്, ഹൗ വിൽ യു ഐഡൻറ്റിഫൈ യുവർ സ്കിൻ? അടുത്തതായി സ്കിൻ ടോൺ. ബേസിക് സ്കിൻ ടോൺസ് ഏതെല്ലാം? ഫെയർ, പെയിൽ, മീഡിയം, ഒലീവ്, നാച്ചുറലി ബ്രൗൺ ആൻഡ് വെരി ഡാർക്ക് ബ്രൗൺ. ഇതൊക്കെയാണ് ബേസിക് സ്കിൻ ടോൺസ്. സ്കിൻ അണ്ടർടോൺ എന്താണ്? നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ കളർ, that is the color from underneath the skin that affect the overall color. സ്കിന്നിൻ്റെ താഴെയുള്ള കളറ് നമ്മുടെ ഓവറോൾ കളറിനെ അഫക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അണ്ടർടോൺ എന്ന് പറയുന്നത്. 4 types ഓഫ് അണ്ടർടോൺസ് ഉണ്ട്: കൂൾ, വാം, നാച്ചുറൽ ആൻഡ് ഒലീവ്. ഇനി കൂൾ അണ്ടർടോണിൽ വരുന്നതാണ് ബ്ലൂ ആൻഡ് പിങ്ക്. വാം അണ്ടർടോണിൽ കൂടുതലും പീച്ചി ആയിരിക്കും, ഗോൾഡൻ ആയിരിക്കും, യെല്ലോയിഷ് ആയിരിക്കും. ന്യൂട്രൽ അണ്ടർടോണിൽ വരുന്നതാണ് ഒരു വാമും ഒരു കൂൾ അണ്ടർടോണിൻ്റെ മിക്സ്ചർ ആയിരിക്കും. അത് ഒലീവ് ആവാം. അടുത്ത ഇനി ഒലീവ് അണ്ടർടോൺ എന്ന് പറയുന്നത്
യെല്ലോയും ഗ്രീനിൻ്റെ മിക്സ്ചറാണ്. ഇനി രണ്ടാമത്തെ സെഷനായ മേക്കപ്പ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, പ്രൈമർ, ഫൗണ്ടേഷൻ, കൺസീലർ, പൗഡർ, ബ്ലഷർ, ഐബ്രോ പെൻസിൽ, highlighter, makeup brushes, eyeshadow, eyeliner, mascara, kajal, false eyelashes, lip pencil, lipstick, lip gloss, makeup setting spray. ഇവയൊക്കെയാണ് മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ വരാവുന്നൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മേക്കപ്പ് പ്രോഡക്ട്സ്. ഡിഫറെൻറ്റ് മേക്കപ്പ് പ്രോഡക്ട്സിലെ ആദ്യത്തേത് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബേസ് ഓഫ് എ മേക്കപ്പ് എന്നാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നല്ലൊരു സ്മൂത്ത് ആൻഡ് ഈവൻ കംപ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ഏതെല്ലാം നമുക്ക് നോക്കാം. ലിക്വിഡ് ഫൗണ്ടേഷൻ ഏറ്റവും അധികം അനുയോജ്യമായത് ഡ്രൈ സ്കിന്നിനാണ്, അല്ലെങ്കിൽ വരണ്ട സ്കിന്നിനാണ്. അടുത്തത് ടിൻറ്റഡ് മോയ്സ്ചറൈസർ, ഒരു ലൈറ്റ് കവറേജ് തരും. ഓയിലി ബേസ്ഡ് ഫൗണ്ടേഷൻ ഡ്രൈ സ്കിന്നിനാണ് സൂട്ട് ചെയ്യുന്നത്, നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഷിയർ ഫൗണ്ടേഷൻ ലൈറ്റ് കവറേജാണ്, നല്ലൊരു സൺ പ്രൊട്ടക്ഷനും കൂടിയാണ്. മാറ്റ് ഫൗണ്ടേഷൻ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷനാണ്, അതുപോലെ തന്നെ ഓയിലി സ്കിന്നിന് ഏറ്റവും അനുയോജ്യമായ ഫൗണ്ടേഷനാണ്. മോസെ എന്ന് പറയുന്നത് എയർ വിപ്ഡ് ഫൗണ്ടേഷനാണ്, വളരെ വെയ്റ്റ്ലെസ് ആണ്, നല്ലൊരു മാറ്റ് ഫിനിഷ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് മോസെ. അടുത്ത സ്റ്റിക്ക് ഫൗണ്ടേഷൻ, നല്ലൊരു ഹെവി കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് സ്റ്റിക്ക് ഫൗണ്ടേഷൻ. ബ്ലെമിഷസ് ഒക്കെ കവർ ചെയ്യാൻ, സ്കാർസ് കവർ ചെയ്യാൻ, എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് സ്റ്റിക്ക് ഫൗണ്ടേഷൻ. അടുത്തതായി പൗഡർ ഫൗണ്ടേഷൻ. പൗഡർ ഫൗണ്ടേഷൻ ഏറ്റവും അനുയോജ്യമായത് ഓയിലി സ്കിന്നിനാണ്. അടുത്തതായിട്ട് മിനറൽ ഫൗണ്ടേഷൻ. നാച്ചുറൽ മിനറൽസ് ആണ് ഈ ഫൗണ്ടേഷനിൽ അടങ്ങിയിരിക്കുന്നത്. നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സ്കിന്നാണെങ്കിൽ അവർക്ക് പറ്റുന്നൊരു ഫൗണ്ടേഷനാണ് മിനറൽ ഫൗണ്ടേഷൻ. അടുത്തതായിട്ട് വാട്ടർ പ്രൂഫ് ഫൗണ്ടേഷൻ. നല്ലൊരു ഹ്യൂമിഡ് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷനാണ്, വളരെ നേരം സ്റ്റേ ചെയ്യുന്ന ഫൗണ്ടേഷനാണ് വാട്ടർ പ്രൂഫ് ഫൗണ്ടേഷൻ. ഇനി ഫൗണ്ടേഷൻ പ്രൈമർ. മുഖത്തുള്ള ക്രാക്സ്, പോഴ്സ് ഇവയെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫൗണ്ടേഷൻ പ്രൈമർ. ഇനി ഇതിൽ വരാവുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. അടുത്തൊരു മേക്കപ്പ് പ്രോഡക്റ്റാണ് ബ്ലഷർ. ചീക്സിനെയും ഐസിനെയും എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റാണ് ബ്ലഷർ. പലതരത്തിലുള്ള ബ്ലഷേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആദ്യത്തെ വളരെ പോപ്പുലറായിട്ട്, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാണപ്പെടുന്ന ഒരു ബ്ലഷറാണ് പൗഡർ ബ്ലഷ്. അടുത്തതായി ക്രീം ബ്ലഷ്. നാച്ചുറൽ ഓയിൽസും മോയ്സ്ചറൈസറും അടങ്ങിയതാണ് ക്രീം ബ്ലഷ്. ജെൽ ബ്ലഷ്, ഓയിലി സ്കിന്നിന് അനുയോജ്യമായ ഒരു ബ്ലഷാണ് ജെൽ ബ്ലഷ്. കുറേ നേരം നിൽക്കണമെങ്കിൽ ടിൻറ്റ് ബ്ലഷാണ് യൂസ് ചെയ്യാൻ ഏറ്റവും ഉത്തമം. പൗഡർ ബ്ലഷിൻ്റെ വേറെ പ്രത്യേകതകൾ, ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രീം ബ്രഷിൻ്റെ പ്രത്യേകതകൾ, മോയ്സ്ചറൈസറും ഓയിലും വളരെയധികം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് അനുയോജ്യമായ ഒരു ബ്ലഷാണ് ക്രീം ബ്ലഷ്. ഇനി അടുത്തൊരു മേക്കപ്പ് പ്രോഡക്റ്റും കൂടി പരിചയപ്പെടാം, മസ്കാര.
നമ്മുടെ കൺപീലികളെ ഒന്നുകൂടി എടുത്ത് കാണിക്കാൻ, അല്ലെങ്കിൽ കട്ടിയായിട്ട് കാണിക്കാൻ, ലെങ്തിയായിട്ട് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റാണ് മസ്കാര. വിവിധ തരത്തിലുള്ള മസ്കാരകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പൗഡർ മസ്കാര വാട്ടർ ബേസ്ഡ് ആണ്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷമാണ് അത് യൂസ് ചെയ്യുന്നത്. ക്രീം മസ്കാര നേർത്ത കൺപീലികളുണ്ടെങ്കിൽ നല്ല തിക്കനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മസ്കാരയാണ് ക്രീം മസ്കാര. ലിക്വിഡ് മസ്കാര ഐലാഷസ് ഒന്നുകൂടെ എടുത്ത് കാണിക്കും. ഇതൊക്കെയാണ് 3 തരത്തിലുള്ള മസ്കാരകൾ. ഇവ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇനി ഇതിൽ വരാൻ പറ്റുന്ന ഒരു ചോദ്യം, ആദ്യത്തേതിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഷ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസ്കാര. ഐലൈനർ ഐസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റാണ് ഐലൈനർ. ആക്സെൻറ്റുവേറ്റ് ചെയ്യുന്നു. പലതരത്തിലുള്ള ഐലൈനർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആദ്യത്തേത് ലിക്വിഡ് ഐലൈനർ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഐലൈനറാണ് ലിക്വിഡ് ഐലൈനർ. കൂടുതൽ നേരം നിലനിൽക്കാൻ ലിക്വിഡ് ഐലൈനർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ലതുമാണ്. ജെൽ ഓർ ക്രീം ഐലൈനർ. ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ വേണ്ടടുത്ത് ജെൽ ഓർ ക്രീം ഐലൈനർ നമുക്ക് യൂസ് ചെയ്യാം. കാജൽ ഐലൈനർ. നല്ലൊരു മാർക്കറിൻ്റെ ഇഫക്റ്റാണ് കാജൽ ഐലൈനറിലൂടെ കിട്ടുന്നത്. ഇതും കൂടുതൽ നേരം നിലനിൽക്കും. കോൾ പെൻസിൽ ഐലൈനർ. വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. സ്മോക്കി ഇഫക്റ്റ് കിട്ടുന്നിടത്ത് ഈ ടൈപ്പ് ഓഫ് ഐലൈനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഐ ഷാഡോ പരിചയപ്പെടാം. പല ഡിഫറെൻറ്റ് ഫോംസിലാണ് ഐ ഷാഡോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തേത് പൗഡർ ഐ ഷാഡോ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐ ഷാഡോ ആണ് പൗഡർ ഐ ഷാഡോ. വളരെ ഈസിയാണ്, ഈസി ടു യൂസ് ആണ്. ജെൻ്റ്ലി റബ്ബ് ചെയ്താൽ മതി. ചെറിയൊരു റബ്ബിങ് മാത്രം മതി ഈ ഐ ഷാഡോ യൂസ് ചെയ്യാൻ. ക്രീം ഐ ഷാഡോ പല ഫോംസിലാണ് ഇത് കിട്ടുന്നത്. പാൻ രൂപത്തിൽ കിട്ടും, ട്യൂബ്സിൽ, സ്റ്റിക്സിൽ. ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ലിക്വിഡ് ഐ ഷാഡോ ആദ്യമായിട്ട് തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഐ ഷാഡോ ആണ് ലിക്വിഡ് ഐ ഷാഡോ. പെട്ടെന്ന് ഡ്രൈഡ് ആവും, ഈസി ടു അപ്ലൈ ആണ്. ഇനി ലൂസ് പൗഡർ ഐ ഷാഡോ. അഡ്വാൻസ്ഡ് മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ഒരു ഐ ഷാഡോ ആണ് ലൂസ് പൗഡർ ഐ ഷാഡോ. വരണ്ട ചർമ്മക്കാർക്ക് അനുയോജ്യം. അടുത്ത ക്രയോൺ ഐ ഷാഡോ. 24 മണിക്കൂറും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ ആണ് ക്രയോൺ ഐ ഷാഡോ. അടുത്തതായി ബേക്ക്ഡ് ഐ ഷാഡോ. അൾട്രാ സ്മൂത്ത് ആൻഡ് ഈസിലി ബെൻഡബിൾ ആണ്. ഓൺലി ഇത് ബേക്ക് ചെയ്തിട്ടാണ് ഈ ഐ ഷാഡോ എടുക്കുന്നത്. ഇനി ഐബ്രോസിൻ്റെ ഷേപ്പിൽ ചെറിയൊരു ചേഞ്ച് വന്നാൽ കൂടി നമ്മുടെ ഹോൾ ലുക്കിൽ ചേഞ്ച് വരും. അപ്പോൾ എപ്പോഴും ഐബ്രോ മേക്കപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ് മേക്കപ്പിൻ്റെ ആദ്യ പടിയാണ് ലിപ് ലൈനർ. പലതരത്തിലുള്ള ലിപ്പുകളിലെ കറക്ഷൻസ് ചെയ്യാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായി ലിപ്സ്റ്റിക്. വിവിധ തരത്തിലുള്ള ലിപ്സ്റ്റിക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിലൊന്ന് മോയ്സ്ചറൈസിങ് ലിപ്സ്റ്റിക്ക്. വരണ്ട ലിപ്സുകാർക്ക് അനുയോജ്യമായ ഒരു ലിപ്സ്റ്റിക്കാണ് മോയ്സ്ചറൈസിങ്. ഇതിൽ വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ, അലോവേറ എന്നിവ അടങ്ങിയിരിക്കുന്നു. ലിപ്സ് നല്ല സോഫ്റ്റായിട്ടും സ്മൂതി ആയിട്ടും ഇരിക്കും. അടുത്ത സാറ്റിൻ. വരണ്ട സ്കിന്നുകാർക്ക് നല്ല ഷൈനിങ് ഗ്ലോസി ആയിട്ട്
കാണപ്പെടാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ് സാറ്റിൻ ലിപ്സ്റ്റിക്ക്. അടുത്തതായി മാറ്റ് ലിപ്സ്റ്റിക്ക്. ഷൈൻ ഒട്ടുമേ ഇല്ലാത്തതും നല്ലൊരു സ്മൂത്ത് ലുക്ക് കിട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് മാറ്റ് ലിപ്സ്റ്റിക്ക്. ക്രീം ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്നത് വാക്സാണ്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനോ അല്ലെങ്കിൽ നാച്ചുറൽ ഷൈനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലോസി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അടുത്തതായി ലിപ് ഗ്ലോസ്. നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ ലിപ്സ്റ്റിക്ക് ഇടാതെ തന്നെ പലരും പ്രിഫർ ചെയ്യുന്നുണ്ട് ലിപ് ഗ്ലോസ് മാത്രം ഇടാൻ. ചെറിയൊരു ഷൈൻ, നല്ലൊരു നാച്ചുറൽ ഇഫക്റ്റ് കിട്ടാനും ലിപ് ഗ്ലോസ് സഹായിക്കുന്നു. ബേസിക് കളേഴ്സ്, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, ടെർഷ്യറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, യെല്ലോ. 2 കളേഴ്സ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കോമ്പിനേഷനിൽ പ്രൈമറി കളേഴ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സെക്കൻഡറി കളേഴ്സ്, 2 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ ഈക്വൽ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. എക്സാമ്പിൾ, യെല്ലോ പ്ലസ് ബ്ലൂ, യെല്ലോയും ബ്ലൂവും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രീൻ. റെഡ് പ്ലസ് ബ്ലൂ, റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വയലറ്റ്. ഇനി അടുത്തത് ടെർഷ്യറി കളേഴ്സ്. സെക്കൻഡറി കളേഴ്സിൻ്റെ ഐദർ സൈഡിലിരിക്കുന്നതിനാണ് ടെർഷ്യറി കളേഴ്സ് എന്ന് പറയുന്നത്. അതായത് റെഡ് വയലറ്റ് ഓർ ബ്ലൂ വയലറ്റ്. അടുത്തത് കോംപ്ലിമെൻ്ററി കളേഴ്സ്. കളർ വീലിൽ 2 കളേഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നതിനെയാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ന്യൂട്രൽ കളേഴ്സ്, വൈറ്റ്, ഗ്രേ ആൻഡ് ബ്ലാക്ക്. ഇനി ഇതിൽ വരുന്ന ടേംസുകൾ ഏതൊക്കെയാണ്? ഹ്യൂ എന്ന് പറയുന്നത് കളർ തന്നെയാണ്. റെഫേഴ്സ് ടു ദ കളർ, അതായത് പ്രൈമറി കളർ എന്ന് പറയുന്നതിൻ്റെ ട്രൂ പ്രൈമറി കളർ ഓർ മിക്സ്ഡ് ടുഗെദർ വിത്ത് ടെർഷ്യറി ആൻഡ് ടെർഷ്യറിയും സെക്കൻഡറി കളറുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഹ്യൂ എന്ന് പറയാം. ടിൻറ്റ്, വൈറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന കളറാണ് ടിൻറ്റ്. അടുത്തതായി ഷെയ്ഡ്. ഒരു പ്യുവർ കളറിന് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഷെയ്ഡ് കിട്ടുന്നത്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ primary and secondary colors, explain the terms hue, tint and shade. Undertone അറിയാനുള്ള ജ്വല്ലറി ടെസ്റ്റ് ആൻഡ് വെയിൻ കളർ ടെസ്റ്റ്. നിങ്ങളുടെ വെയിൻ ഗ്രീൻ അല്ലെങ്കിൽ ഒലീവായിട്ട് കാണപ്പെടുകയാണെങ്കിൽ, നല്ല ലൈറ്റിൽ സൺലൈറ്റിലോട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ വെയിൻസ് ഗ്രീൻ അല്ലെങ്കിൽ ഒലീവ് കളറാണ് കാണപ്പെടുന്നതെങ്കിൽ വാം അണ്ടർടോൺ ആണ്. അഥവാ ബ്ലൂ ഓർ പർപ്പിൾ കളറാണെങ്കിൽ ഇറ്റ് ഈസ് കൂൾ അണ്ടർടോൺ. അതുമല്ല ബ്ലൂ ഓർ ഗ്രീൻ കളറാണെങ്കിൽ ന്യൂട്രൽ ആണ്. ഇനി ജ്വല്ലറി ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ജ്വല്ലറി സെലക്ട് ചെയ്യുക. ഗോൾഡ് ജ്വല്ലറി വാം അണ്ടർടോൺസിന് നന്നായിട്ട് ചേരും. അതുപോലെ തന്നെ സിൽവർ ജ്വല്ലറി കൂൾ അണ്ടർടോൺസിനും. ഇത് 2 ടൈപ്പ് ഓഫ് ജ്വല്ലറീസും ന്യൂട്രൽ അണ്ടർടോൺസിന് വളരെയധികം നല്ലതാണ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ ദ വെയിൻ ടെസ്റ്റ് ആൻഡ് ജ്വല്ലറി ടെസ്റ്റ്. ബിന്ദി ഡിസൈനിങ്. പൊട്ട് നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പൊട്ട്. ബിന്ദി എന്ന വാക്ക് സംസ്കൃത പദമായ ബിന്ദുവിൽ നിന്നാണ് വന്നത്. വിവിധ തരത്തിലുള്ള ബിന്ദികൾ. സേക്ക് സ്റ്റൈൽ ബിന്ദി വളരെ പോപ്പുലറായിട്ടുള്ളൊരു ബിന്ദി സ്റ്റൈലാണിത്. ലെറ്റർ ടൈപ്പ് ബിന്ദി നല്ലൊരു ഫൺ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിന്ദി സ്റ്റൈലാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ബിന്ദി ഫ്രീക്കി ലുക്ക് കിട്ടും. ഡിസൈനർ ബിന്ദി ഡിസൈനർ സാരീസിനോടൊപ്പം പോകുന്ന ഒരു ബിന്ദി സ്റ്റൈലിംഗ് ആണ് ഡിസൈനർ ബിന്ദീസ്. ട്രൈബൽ സ്റ്റൈൽ, ട്രൈബൽ പ്രിൻ്റുള്ള ടോപ്പുകളുടെ ഒപ്പം നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് ട്രൈബൽ സ്റ്റൈൽ. ഫ്ലവർ സ്റ്റൈൽ ബിന്ദി സിമ്പിളാണ്,
എംബ്രോയ്ഡറി കുർത്താസിൻ്റെ കൂടെ വളരെയധികം നന്നായിട്ട് യോജിച്ചു പോകും. പാർട്ടി വെയർ ബിന്ദി ബ്ലാക്ക് സാരീസിൻ്റെ കൂടെ, സീക്വൻസിൻ്റെ കൂടെ, സാരീസിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് യോജിച്ചു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ബിന്ദിയാണ് പാർട്ടി വെയർ ബിന്ദി. ഇനി അടുത്തത് ഹാഫ് മൂൺ സ്റ്റൈൽ. ലോങ് ആയിട്ട് സ്ക്വയർ ഹാർട്ട് ഷേപ്ഡ് ഫേസ് ഉള്ളവർക്ക് ഈ ടൈപ്പ് ഓഫ് ബിന്ദി വളരെ നല്ലതാണ്. അടുത്തത് സൺ സ്റ്റൈൽ ബിന്ദി. സൂര്യൻ്റെ പ്രകാശത്തിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു എനർജി ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓർ ടൈപ്സ് ഓഫ് ബിന്ദി. മേക്കപ്പ് റിമൂവൽ ടെക്നീക്സ്. ഒരു മേക്കപ്പ് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിൻ്റെ ടെക്നീക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തേത് വൈപ്സ് ഓർ ടവൽസ്. ഇത് ഡെയിലി യൂസിന് നല്ലതാണ്, ഈസി ടു ക്യാരി ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും അത് കൊണ്ടുപോകാം. അടുത്തത് ടോണർ. നല്ലൊരു ക്ലിയർ സ്കിന്നും റിഫ്രഷ്ഡ് ഫീലിങ്ങും കിട്ടും. മിസ്ലർ വാട്ടർ മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്യും, ക്ലെൻസ് ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. കോൾഡ് ക്രീം, മിനറൽ ഓയിൽ, വാട്ടർ, അതുപോലെ തന്നെ വാക്സ് ഇതിൻ്റെ ഇമൾഷനാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും അത് ആക്ട് ചെയ്യും. ഇനി അടുത്തത് ക്ലെൻസിങ് ഓയിൽ. ഹെവി ആയിട്ടുള്ള മേക്കപ്പ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ക്ലെൻസിങ് ഓയിൽ. ഡ്രൈ സ്കിന്നിന് ഉത്തമമാണ്. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മേക്കപ്പ് റിമൂവൽ ടെക്നിക്സ്. സെക്കൻഡ് ചാപ്റ്ററായ കോസ്മെറ്റിക് ഇലക്ട്രോതെറാപ്പി ഓർ ഇലക്ട്രിക്കൽ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്. കറണ്ടിൻ്റെ ടൈപ്പിനനുസരിച്ചാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റ്, ന്യൂറോ മസ്കുലർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, മൈക്രോ കറണ്ട് ഇലക്ട്രിക്കൽ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻ, ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് എന്നായിട്ടാണ്. അടുത്തതായി ഫേഷ്യൽ സ്റ്റീമിങ്. നല്ലൊരു റിലാക്സിങ് മെത്തേഡാണ്, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും, ക്ലെൻസ് ചെയ്യാനും നല്ലതാണ്. ബെനിഫിറ്റ്സ്: ബ്ലാക്ക് ഹെഡ്സ് ലൂസൻ ചെയ്യും, ഡേർട്ട് പുറത്തോട്ട് കളയാൻ സഹായിക്കും, പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യും, ബാക്ടീരിയാസ് കിൽ ചെയ്യും. അടുത്തതായി ഇലക്ട്രിക് ബ്രഷ്. ഡീപ്പ് ക്ലെൻസിങ്ങിനാണ് നമ്മൾ ഇലക്ട്രിക് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ്: ഡെഡ് സെൽസ് റിമൂവ് ചെയ്യും, ഡീപ്പ് ക്ലെൻസിങ്, ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗാൽവാനിക് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഡീടോക്സിഫിക്കേഷൻ ആണ് ഇതിലൂടെ നടക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യും. അടുത്തതായി അൾട്രാസോണിക് എക്സ്ഫോളിയേഷൻ, ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്കിൻ ഈവൻ ഔട്ട് ചെയ്യാനും നല്ലതാണ്. ലിംഫാറ്റിക് ഡ്രെയിനേജ് മെഷീൻ, നല്ല സൂതിങ് റിലാക്സിങ് മസാജാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഹൗ ടു സെലക്ട് എ റൈറ്റ് ബ്രഷ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് യൂസിങ് ഇലക്ട്രിക് ബ്രഷ്, explain the procedure of galvanic treatment, what are the benefits and contradictions of galvanic treatment, write the steps for facial steaming, write the procedure of using lymphatic facial machine. Saloon reception duties. Saloon receptionist. ഒരു കസ്റ്റമർ സലൂണിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായി സമീപിക്കേണ്ടത് സലൂൺ റിസപ്ഷനിസ്റ്റിനെയാണ്. സലൂൺ റിസപ്ഷനിസ്റ്റ് എന്ന ആൾ ഒരു സലൂണിൻ്റെ പ്രതിബിംബമാണ്. സലൂണിൽ വരുന്ന കസ്റ്റമർ സുഖപ്രദമായ ഒരു അനുഭവം ഉണ്ടാക്കുന്നത് റിസപ്ഷനിസ്റ്റിൽ നിന്നും കിട്ടുന്ന പെരുമാറ്റത്തിൽ നിന്നാണ്. പേഴ്സണൽ ഗ്രൂമിങ്. ഒരു പേഴ്സണൽ ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചോളം. നല്ലൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ അട്രാക്റ്റീവായിട്ടുള്ള അപ്പിയറൻസ് വേണം, പ്ലീസിങ് ഫേസ് വേണം, നീറ്റായിട്ടിരിക്കണം, നാച്ചുറൽ മേക്കപ്പ് ഇടാം. ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഫോൺ കോൾസ് എടുക്കുക, അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യുക. ഇനി ഇതിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് ഹൗ ടു ഷെഡ്യൂൾ ആൻ അപ്പോയിൻമെൻറ്റ്.
അടുത്തത്, വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് വൈൽ ഹാൻഡ്ലിംഗ് ക്ലയൻസ് ഇൻ എ സലൂൺ? മെയിൻറ്റെയിനിങ് ദ റിസപ്ഷൻ ഏരിയ. അതിൽ ആദ്യത്തേത് ഫ്രണ്ട് ഡെസ്ക്. ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഫ്രണ്ട് ഡെസ്ക് എന്ന് പറയുന്നത്. ഫെസിലിറ്റീസ് അവിടെ ആവശ്യമുള്ളത് നല്ലൊരു സീറ്റിംഗ് ഏരിയ, ക്ലോക്ക് റൂം, ഹോട്ട് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ്, ന്യൂസ് പേപ്പറുകൾ, മാഗസീൻ, റീറ്റെയിൽ ഡിസ്പ്ലേസ്. വളരെ ക്ലീനായിട്ടും അതുപോലെ തന്നെ നീറ്റായിട്ടും വെക്കേണ്ട ഒരു ഏരിയയാണ് ഫ്രണ്ട് ഡെസ്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റീറ്റെയിൽ ഏരിയ. പ്രോഡക്ട്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീറ്റെയിൽ ഏരിയ. വളരെ സിമ്പിളായിരിക്കണം, ക്ലീൻ ആയിരിക്കണം ഡിസ്പ്ലേസ്. അടുത്തതായി വെയിറ്റിംഗ് ഏരിയ. നല്ല ക്ലീൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും നീറ്റായിട്ട് വെച്ചിരിക്കുന്നതും ആവണം വെയിറ്റിംഗ് ഏരിയ. കോഫി മെഷീൻസ് എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നവയായിരിക്കണം. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു മെയിൻറ്റെയിൻ റിസപ്ഷൻ ഏരിയ? റൈറ്റ് ദ പ്രൊസീജിയർ ഓഫ് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ. ക്രിയേറ്റിംഗ് പോസിറ്റീവ് ഇംപ്രഷൻ അറ്റ് വർക്ക്. റിസപ്ഷൻ ഏരിയ എങ്ങനെ ഇരിക്കണം? ഡെസ്ക് മസ്റ്റ് ബി ടൈഡി, വളരെ ക്ലീൻ ആയിട്ടിരിക്കണം. പൂക്കൾ മാറ്റേണ്ട സമയമാകുമ്പോഴത്തേക്കും മാറ്റണം. എംറ്റി ഗ്ലാസ്സുകളൊന്നും വയ്ക്കാൻ പാടില്ല. ജോലിയോടും മറ്റ് ആളുകളോടും ക്രിയാത്മക മനോഭാവം പ്രകടിപ്പിക്കുക. പരസ്പരം ക്ലയൻറ്റുകളോട് സൗഹൃദപരമായും മര്യാദയുള്ള മനോഭാവം കാണിക്കുക. പെരുമാറ്റത്തിൻ്റെയും ഉയർന്ന വ്യക്തിഗത നിലവാരം പുലർത്തുക. കൃത്യസമയത്ത് വിശ്വസനീയവും കാര്യക്ഷമതവുമായിരിക്കുക. നിങ്ങൾ ജോലിക്ക് വൈകിയാൽ ആ കാര്യത്തിന് ക്ഷമ ചോദിക്കുക. നിങ്ങളുടെ ക്ലയൻറ്റിന് ആശ്വാസമേകുകയും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ക്ലയൻറ്റിനെ എങ്ങനെ നമുക്ക് സുഖകരമാക്കാം? ഒരു നല്ലൊരു പോസിറ്റീവ് എൻവയൺമെൻറ്റ് എങ്ങനെ കൊടുക്കാം? ക്ലയൻറ്റുകളോട് സുഖകരമായി സംസാരിക്കുക. കറൻറ്റ്, ബ്യൂട്ടി, ജനറൽ മാഗസീനുകൾ എന്നിവ നൽകുക. ചായയോ കാപ്പിയോ ഉൾപ്പെടെയുള്ള ഉന്മേഷം തിരഞ്ഞെടുക്കുക. എയർ കണ്ടീഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഓൺ ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. അടുത്തതായി ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. എല്ലാ ജീവജാലങ്ങളും ആശയവിനിമയം നടത്തുന്നു. ആശയവിനിമയം എന്നത് സംഭാഷണം, എഴുത്ത്, സിഗ്നലുകൾ പോലുള്ള സന്ദേശമാകാം. അത് പങ്കുവയ്ക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള പ്രക്രിയ അല്ലെങ്കിൽ പ്രവർത്തനമാണ്. ആശയവിനിമയത്തിൻ്റെ പ്രോസസ്സിൽ 4 തരത്തിലാണ്, ഘട്ടങ്ങളാണ്. ടെലിഫോൺ വഴി ആശയവിനിമയം നടത്തുമ്പോൾ വളരെയധികം പൊളൈറ്റായിട്ട് സംസാരിക്കുക, ക്ലിയറായിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആവുക. ഫോൺ കോളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക. ഒരു വ്യക്തിയുമായി മുഖാമുഖം ആശയവിനിമയം നടത്തുമ്പോൾ അല്പം വ്യത്യാസമുണ്ട്. ടെലിഫോൺ ആശയവിനിമയം ഏകദേശം 25 വാക്കുകളും 75 ടോണും അല്ലെങ്കിൽ വാക്കുകൾ പറയുന്ന രീതിയുമാണ്. അതിനാൽ നിങ്ങൾ ഫോണിൽ ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയാത്തവയ്ക്ക് എപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി. അതുകൊണ്ട് വളരെയധികം പൊളൈറ്റ്ലി സംസാരിക്കുക. അടുത്തതായി സന്ദേശങ്ങൾ എടുക്കുന്നു. എല്ലാ സന്ദേശങ്ങളും വൃത്തിയും കൃത്യമായും നൽകണം. കൃത്യമായി സന്ദേശം അയക്കൽ വളരെ ലളിതമാണ്. അതിൽ ഉൾപ്പെടുത്തണം സന്ദേശത്തിനുള്ള വ്യക്തിയുടെ പേര്,
വിളിക്കുന്നവരുടെ പേര്, ഒരു മടക്ക് ഫോൺ നമ്പർ, കോൾ ചെയ്ത സമയം, കോൾ ചെയ്ത തീയതി, കോൾ എടുത്ത വ്യക്തിയുടെ പേര്. അടുത്തതായി പെരുമാറ്റച്ചട്ടം, കോഡ് ഓഫ് കോണ്ടാക്ട്. ഒരു സലൂണിലെ എല്ലാ ജീവനക്കാരും പ്രൊഫഷണലിസത്തെ പ്രതിഫലിപ്പിക്കുന്ന ന്യായമായ പെരുമാറ്റത്തിൻ്റെ നിലവാരം സ്വീകരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരോട് ആദരവ് കാണിക്കുക, മറ്റ് സ്റ്റാഫുകളോട് സലൂണിലോ വിമർശിക്കാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, പ്രൊഫഷണൽ രീതിയിൽ പെരുമാറുകയും ചെയ്യുക. മതത്തിനെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഗോസിപ്പുകളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാതിരിക്കുക. അടുത്തതായി ടീം വർക്ക്. ടീം അംഗങ്ങളുടെ സലൂൺ സുഗമമായി നടത്തുന്നത് ഉറപ്പാക്കുക. സഹപ്രവർത്തകർ ടീമിൽ പ്രവർത്തിക്കുന്നു. ഒരു നല്ല ടീം ഉണ്ടായിരിക്കണം. വ്യക്തമായ ലക്ഷ്യങ്ങളും ദിശാബോധവും ഉണ്ടായിരിക്കണം. ശരിയായ ആളുകളുടെ എണ്ണം, നല്ല ആശയവിനിമയം, വഴക്കം, നർമ്മബോധം, വ്യക്തമായ ജോലി റോളുകൾ, ഉത്സാഹം, നല്ല ശ്രവണശേഷി ഇവയെല്ലാം ആവശ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. എല്ലാ വർഷത്തെക്കാട്ടിലും നമുക്ക് ഇരട്ടിയാണ് ഈ പ്രാവശ്യത്തെ സ്കോർ ഉള്ളത്. എഴുതേണ്ടത് 50 മാർക്കിനാണെങ്കിലും 2.5 hours നമുക്ക് ടൈം തന്നിരിക്കുന്നത്. അതിനകത്ത് കൂൾ ഓഫ് ടൈം 20 minutes. പാർട്ട് എ ക്വസ്റ്റ്യൻ 1 to 8 1 സ്കോർ വെച്ചിട്ടാണ്. പാർട്ട് ബി ക്വസ്റ്റ്യൻസ് 9 to 20 2 സ്കോർ. പാർട്ട് സി ക്വസ്റ്റ്യൻ 21 to 32 3 സ്കോർ. പാർട്ട് ഡി ക്വസ്റ്റ്യൻ 33 to 40 4 സ്കോർ. ഇങ്ങനെയാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് ആണ്. എവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.